Find the sum of first 20 natural numbers. Write the algebraic expression of the arithmetic sequence 5, 9, 13, etc. Find the sum of first 20 terms of the arithmetic sequence 5, 9, 13, etc. എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്നതാണ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക സം കാണാനുള്ള ഫോർമുല n×n+1/2 എന്നതാണ്. ഇവിടെ എത്രയാണ് എന്നിൻ്റെ എണ്ണം, എത്ര സംഖ്യകളാണ്? 20 എണ്ണം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 20. അപ്പോൾ എന്നിൻ്റെ പ്ലേസിൽ 20 എന്ന് കൊടുക്കുക. 20 × 20 + 1/2. ഇവിടെ 2ഉം 20യും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും. 10 × 20 + 1 എത്രയാണ്? 21. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 210 എന്ന ആൻസർ കിട്ടും. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 9, 13, etc. 5, 9, 13 എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത വാചകം എഴുതാനാണ്. ബീജഗണിത വാചകം എഴുതാൻ xn = x1 + nd - d എന്ന ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ ഫസ്റ്റ് ടേമാണ് x1, 5 ആണ്. n അറിയില്ല, d ഇവിടെ കോമൺ ഡിഫറൻസ് ആണ്. 9ൽ നിന്ന് 5 കുറച്ചാലാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. 9 - 5 എത്രയാണ്? 4 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ n × 4 - 4. ആദ്യം 4n എഴുതുക. 4n 5 - 4 1 ആണ്. അപ്പോൾ 4n + 1. സി പാർട്ട് ചോദ്യം ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 9, 13, etc. 5, 9, 13 എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുവാനാണ്. നമുക്ക് സം കണ്ടുപിടിക്കാനായി Sn = n/2 × 2x1 + n-1d എന്ന ഫോർമുല യൂസ് ചെയ്യാം. ഇവിടെ n എന്ന് പറയുന്നത് ആദ്യത്തെ 20 ടേമുകളുടെയാണ്. ഇത് തുടർച്ചയായിട്ടുള്ളതല്ല, അതുകൊണ്ടാണ് ഈ ഫോർമുല യൂസ് ചെയ്തത്. അപ്പോൾ 20/2 × 2x1. x1 ഇവിടെ 5 ആണ്. n ഇവിടെ 20 ആണ്. 20 - 1 ഡിയുടെ വാല്യൂ 4 ആണ്. 20/2 10 ആണ്. 2 × 5 10. 20 - 1 19. 19 × 4. ഓക്കെ, ദാറ്റ് ഈസ് 10 × 10 + 19 × 4 എത്രയാണ്? 76. 76 + 10 എത്രയാണ്? 86. 86 × 10 860 is the answer. The sum of 8th and the 19th terms of an arithmetic sequence is 125. What is the sum of 7th and 20th terms? If the 6th term is 40, then find the 21st term. Find the sum of first 26 terms. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 8ാം പദത്തിൻ്റെയും 19ാം പദത്തിൻ്റെയും തുകയാണ് തന്നിരിക്കുന്നത്. 8th ടേമിൻ്റെയും 19th ടേമിൻ്റെയും സമ്മാണ് തന്നിരിക്കുന്നത് 125. നമുക്കതിൽ എ പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 7th ടേമിൻ്റെയും 20th ടേമിൻ്റെയും സം എത്രയാണ്? 7ാം പദത്തിൻ്റെയും 20ാം പദത്തിൻ്റെയും സം എത്രയാണ്? ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ പൊസിഷൻ സ്ഥാനം എന്ന് പറഞ്ഞാൽ 8ഉം 19ഉം ആണ് അല്ലേ? അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 27 ആണ് കിട്ടുന്നത്. അതുപോലെ അല്ലേ ഇതിൻ്റെയും 7ഉം 20യും കൂട്ടിയാലും 27 അല്ലേ? അപ്പോൾ പൊസിഷൻസിൻ്റെ സം തുല്യമാണെങ്കിൽ അവയുടെ ടേമിൻ്റെ സമ്മും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ 27, ഇതും 8ഉം 19ഉം കൂട്ടിയാലും 27. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? 125. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ 6th ടേം തന്നിട്ടുണ്ട്, 6ാമത്തെ പദം തന്നിട്ടുണ്ട്, 40 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 21st ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. 21ാം പദം കാണുക. ഇവിടെ നോക്കിക്കേ, 21ഉം 6ഉം കൂട്ടിയാലും 27 അല്ലേ? അപ്പോൾ ഇവയുടെ സമ്മും എത്ര തന്നെയാണ്? തുകയും 125 ആണ്. ദാറ്റ് ഈസ് x6 + x21 = 125. x6ൻ്റെ വാല്യൂ 40 എന്ന് കൊടുക്കുക. x21 ആണ് കാണേണ്ടത്. x21 കാണാനായി 125ൽ നിന്നും 40 മൈനസ് ചെയ്യുക. ആൻസർ എത്രയാണ്? 85. പാർട്ട് ചോദ്യം ഈ ശ്രേണിയിലെ ആദ്യത്തെ 26 പദങ്ങളുടെ സം കാണുക. ആദ്യത്തെ 26 പദങ്ങളുടെ സം കാണാനായി n/2 × x1 + xn എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ n ഇവിടെ 26 ആണ്. അപ്പോൾ 26/2 x1 xn 26 പദങ്ങളല്ലേ? അപ്പോൾ അവസാനത്തത് x26 ആണ്. ഇവിടെ നോക്കിക്കേ, 26/2 13 ആണ്. ഈ 1ഉം 26ഉം കൂട്ടിയാലും 27 അല്ലേ? അപ്പോൾ ഇതേ സം തന്നെയായിരിക്കും, 125 തന്നെയാണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 1625. The algebraic expression for the sum of n terms of an arithmetic sequence is n² + n. Find the first term of this arithmetic sequence. Find the sum of first 10 terms of this arithmetic sequence.
ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് n ടേമുകളുടെ സമ്മിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷനാണ്. അവയുടെ ബീജഗണിത രൂപം സമ്മിൻ്റെ തുകയുടെ ബീജഗണിത രൂപമാണ് തന്നിരിക്കുന്നത് നമുക്ക്. അതായത് SN ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. SN ഈക്വൽസ് n² + n എന്ന് പറയുന്നത് തുകയുടെ ബീജഗണിത രൂപമാണ്. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദ സം ആണ്. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ആദ്യത്തെ പദം കാണുക, x1 കാണുക. പിന്നെ നമുക്കിവിടെ SN ആണ് തന്നിരിക്കുന്നത്. അതിൽ 1 കൊടുത്താൽ S1 ഈക്വൽസ് 1² + 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2. എന്താ S1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക. ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക എന്ത് തന്നെയാണ്? ആദ്യത്തെ പദം തന്നെയല്ലേ? ദാറ്റ് ഈസ് x1 എന്ത് തന്നെയാണ്? S1 തന്നെയാണ്. അപ്പോൾ x1ൻ്റെ ഈ വാല്യൂ എത്രയാണ്? 2 ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ ആദ്യത്തെ 10 പദങ്ങളുടെ സം കാണുക. അതിന് എന്നിൻ്റെ പ്ലേസിൽ നമുക്ക് 10 എന്ന് കൊടുക്കാം അല്ലേ? 10 ഈക്വൽസ് 10² + 10. 100 + 10 ഈക്വൽസ് 110. Find 1 + 2 + 3 + etc. + 10. How many consecutive natural numbers starting from 1 should be added to get 300? അടുത്ത ചോദ്യത്തിൽ തുകയാണ് കാണേണ്ടത്. അതായത് 1, 2, 1 + 2 + 3 + etc. + 10 അല്ലേ? ഇതിൻ്റെ തുക കാണുക. ഇതിൻ്റെ തുക കാണാൻ എളുപ്പമായി നമുക്കുണ്ടല്ലോ. ഫോർമുല S ഈക്വൽസ് n × n + 1/2. ആദ്യത്തെ പദങ്ങളുടെ തുക കാണാനായിട്ട് തുടർച്ചയായിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ സം കാണാൻ 10 × 10 + 1/2. 10 × 2 കൂടെ ക്യാൻസൽ ചെയ്താൽ 5. ദറ്റ് ഇസ് 5 × 10 + 1 എത്ര? 11 ഈക്വൽസ് 55. ഇനി ഇതിൽ ബി പാർട്ട് ചോദ്യം. ഇതുപോലെ 1 മുതൽ തുടങ്ങി എത്ര നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടിയാൽ നമുക്ക് 300 സമ്മായിട്ട് കിട്ടും? 1 തൊട്ട് തുടങ്ങി കൂട്ടി വരുമ്പോൾ നമുക്ക് 300 സമ്മായിട്ട് കിട്ടേണ്ടത്. ഇവിടെ തുകയായിട്ട് കിട്ടേണ്ടത് 300. അപ്പോൾ ഇതേ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. S ഈക്വൽസ് n × n + 1/2. എസിൻ്റെ വാല്യൂ ഇവിടെ 300 എടുക്കുക. n × n + 1/2. ഇവിടെ 2 ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പുറം സൈഡിൽ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ n × n + 1/2 ഈക്വൽസ് 2 × 300. എന്നിനെ അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? n² + n × 1 എന്താണ്? n ഈക്വൽസ് 600. ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്നിൻ്റെ കൂടെയുള്ളത് 1 ആണ്. എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്, ഗുണോത്തരം. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കുക. അതിൻ്റെ പകുതി 1ൻ്റെ ഹാഫ് എത്രയാണ്? 1/2 അല്ലേ? അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ ഈക്വൽ സൈനിന് അപ്പുറവും ഈക്വൽ സൈനിന് ഇപ്പുറവും എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിന് നമുക്ക് എന്താണെന്ന് എഴുതാം? n + 1/2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ഇനി ഇവിടെ നമുക്ക് ചെയ്യാം. 1/2ൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ഇതിനെ ആഡ് ചെയ്ത് എഴുതിയേ. 600 × 4 എത്രയാണ്? 2400 + 1 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 4 എഴുതാം. 2401 / 4 അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? n + 1/2 ദി ഹോൾ സ്ക്വയർ ആയിരുന്നു അല്ലേ? അപ്പോൾ ഈക്വൽ സൈനിന് അപ്പുറം വരുമ്പോൾ സ്ക്വയർ എന്തായിട്ട് മാറുന്നു? റൂട്ടായിട്ട് മാറുന്നു അല്ലേ? എന്താണ് 2401ൻ്റെ റൂട്ട്? 49. 4ൻ്റെ റൂട്ട് എത്രയാണ്? 2. അപ്പോൾ n + 1/2ൻ്റെ വാല്യൂ നമുക്ക് 49/2 എന്ന് കിട്ടി. Therefore n ഈക്വൽസ് 49/2 - 1/2. That is 49 - 1/2. That is 48/2 equals എത്രയാ? 24. The third term of an arithmetic sequence is 16 and its 21st term is 124. Find the common difference of the sequence. Find the first term of the sequence. What is the position of 280 in this sequence? അടുത്ത ചോദ്യത്തിൽ തേർഡ് ടേം മൂന്നാം പദം തന്നിട്ടുണ്ടല്ലേ? മൂന്നാം പദം x3 16 ആണ്. അതുപോലെ 21ാം പദം 21st ടേം 124 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടേം ഡിഫറൻസുകൾ മൈനസ് ചെയ്യുക. സ്ഥാന വ്യത്യാസങ്ങൾ മൈനസ് ചെയ്തിട്ട് പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് അതിൻ്റെ ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? 108/18 എന്ന് കിട്ടും. ഈക്വൽസ് എത്രയാണ്? 6. ഇപ്പോൾ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് 6 ആയിട്ട് കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം കാണുക. ഫസ്റ്റ് ടേം കാണാനായിട്ട് നമുക്കിതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുക്കാം. x3 ഈക്വൽസ് 16 എന്ന് എടുക്കുക. x3യുടെ വാല്യൂ എന്താണ്? x1 + 2d ഈക്വൽസ് 16. x1 + ഡിയുടെ 2 × ഡിയുടെ വാല്യൂ 6 ആണ്, ഈക്വൽസ് 16. therefore x1 ഈക്വൽസ് 16 - 2 × 6 എത്രയാണ്? 12 ഈക്വൽസ് 4 എന്ന് കിട്ടി. ചോദ്യം, 280 എന്ന ടേമിൻ്റെ സ്ഥാനം എന്ത്? അതിൻ്റെ പൊസിഷൻ കാണുക. അതിന് നമുക്ക് xn ആയിട്ട് 280നെ എടുക്കാം. xnൻ്റെ ഫോർമുല ഇവിടെ കൊടുക്കുക. x1 + nd - d ഈക്വൽസ് 280. x1 4 ആണ്. ഡിയുടെ വാല്യൂ
6 ആണ്. -6 = 280. ഇവിടെ 6n 4 -6 കൂടെ -2 = 280. ദാറ്റ് ഈസ് 6n +2 റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്യുക. അപ്പോൾ 282 എന്ന് കിട്ടും. n = 282 ഡിവൈഡഡ് ബൈ 6. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 47 എന്ന് കിട്ടും. അതായത് 47ാമത്തെ ടേമാണ് 280. അതായത് x47 ആണ് 280. 280ൻ്റെ സ്ഥാനം പൊസിഷൻ 47ാമതാണ്.